ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഞാനിനി അനന്തംപിള്ളയോട് പറയാം, താൻ ആരാണെന്നും എന്താണെന്നും തൻ്റെ പ്രവർത്തന മേഖലയൊക്കെ എവിടെ കേന്ദ്രീകരിച്ചാണെന്നും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ചിലരെ പഠിക്കാനേ കുറച്ചല്പം സമയമെടുത്തെന്ന് വരും. ഇത്ര പെട്ടെന്ന് ശാലിനി കൈയോടെ പൊക്കുമെന്ന് അനന്തംപിള്ള വിചാരിച്ചില്ല. അനന്തംപിള്ള പറയാം, ഈ നാടിൻ്റെ ഭരണചക്രം തിരിക്കുന്ന മുഖ്യ സാരഥികളിൽ ഒരാളാണ് ഞാൻ. ഈ IAS-കാരനും IPS-കാരനും വീട്ടിലിരിക്കണോ അതോ ഭരണത്തിലിറങ്ങണോ എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ പ്രധാന ഒരാളാണ് ഈ അനന്തംപിള്ള. ശാലിനി വിടുവോ എന്ന് വെച്ചാൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെയും ഇന്ത്യൻ പോലീസ് സർവീസിനെയും താനങ്ങ് ശരിപ്പെടുത്തി കളയുമെന്ന്. എന്നാലേ തനിക്ക് ഞാനൊരു പാരിതോഷികം തരാം എന്ന് പറഞ്ഞിട്ട് ശാലിനി പെട്ടെന്ന് ഫോൺ ചെയ്തിട്ട് പറയുന്നു, അവരെ ഇങ്ങ് വിളിക്ക്. അപ്പോൾ രാജുവും ഋതികയും കയ്യിലൊരു ഫയലുമായിട്ട് അങ്ങോട്ട് കയറി വരുമായിരുന്നു. അവരെ കണ്ടെന്നും അനന്തംപിള്ളയൊന്ന് ഞെട്ടി. അനന്തംപിള്ള അവിടെ നിൽക്കുവാണ്. ശാലിനി പറയാ, രാജുവും ഋതികയും അവിടെ ഇരിക്കുക. അനന്തംപിള്ളയ്ക്ക് ഇതിൽ പരം ഒരു അപമാനമില്ല. ശാലിനി ഋതികയോട് ഫയൽ ചോദിക്കുന്നുണ്ട്. ഋതിക കൊണ്ടുവന്ന ഫയൽ ശാലിനിയുടെ കൈ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അനന്തംപിള്ള എന്ന ആ മാന്യ വ്യക്തിയെ അവിടെ നിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. വീടും പറമ്പ് ഭാസ്കരൻ ഇവർക്ക് എഴുതി കൊടുത്തതിന്റെ തീരാധാരം, വസ്തു രജിസ്ട്രേഷനിൽ യാതൊരു കൃത്രിമോ നടത്തിയിട്ടില്ലെന്നുള്ള രേഖപ്പെടുത്തിക്കൊണ്ടുള്ള സബ് രജിസ്ട്രാറുടെ സാക്ഷ്യപത്രം, ഭാസ്കരൻ ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട ആളാണെന്നും 3 കൊലക്കേസിൽ പ്രതിയാണെന്നും രേഖപ്പെടുത്തിയിട്ടുള്ള പോലീസ് റിപ്പോർട്ട്. ആ ഫയലിൽ നിന്നെടുത്ത് ഇങ്ങനെ ഓരോന്നും അനന്തംപിള്ളയെ നോക്കി ശാലിനി വായിക്കുവാണ്. രുക്മിണി ബ്ലേഡ് കമ്പനിക്കാരിയാണെന്നും പല കേസുകളിലും നോട്ടപ്പുള്ളിയാണെന്നും പ്രതിയാണെന്നും കാണിച്ചിട്ടുള്ള പോലീസ് റിപ്പോർട്ട്. അനന്തംപിള്ള നിന്ന് വിയർക്കുവാണ്. എന്നിട്ട് ചോദിക്കുക, അല്ല മാഡം, ഇതൊക്കെ ഈ കേസുമായിട്ട് എന്താ ബന്ധം? എന്താ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് കേസുമായിട്ട് ബന്ധമുള്ളത് തന്നെയാ. ഇത് 15 ലക്ഷം രൂപ രുക്മിണി CI ലക്ഷ്മണന്റെ മുന്നിൽ വെച്ച് ഒരു കോമ്പൻസേഷൻ എന്ന നിലയിൽ വാങ്ങിയതിന്റെ തെളിവ്. അങ്ങനെ ഓരോരോ പേപ്പറുകളും എടുത്തിങ്ങനെ ശാലിനി പൊക്കി കാണിക്കുന്നുണ്ട്. സ്വന്തം മരുമകളുടെ വയറ്റിലുണ്ടായിരുന്ന ഗർഭസ്ഥ ശിശു അബോഷനായതിന്റെ നഷ്ടപരിഹാരമായിട്ട് വാങ്ങിച്ചതിന്റെ തെളിവ്. അനന്തംപിള്ള ഇതെല്ലാം കേട്ട് അന്തം വിട്ട് വായും തുറന്ന് നിൽക്കുക. എടോ, തനിക്കിതൊക്കെ മനസ്സിലായോടോ? സ്വന്തം മകന്റെ കുഞ്ഞിനെ കൊന്നത് രുക്മിണി തന്നെയാ. അവരെയും ഇതിനൊക്കെ കൂട്ടുന്ന തന്നെയും പിടിച്ച് അകത്തിടാൻ ഞാൻ ഓർഡർ ഇടട്ടെ? പേടിച്ചിട്ട് അനന്തംപിള്ള, അയ്യോ മേഡം, തനിക്ക് വർമ്മസാറിനോടും ഇവരോടുമുള്ള ശത്രുത കൊണ്ട് താൻ കെട്ടിച്ചമച്ച നുണക്കഥയാണിതെല്ലാമെന്ന് ഞാനത് മനസ്സിലാക്കാൻ അല്പം വൈകിപ്പോയി. ഋതിക പറയാം, ഇയാളൊരു പക്ക ക്രിമിനലാണ് മേഡം. ഇയാൾ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റ് തെളിവ് സഹിതം ഞാൻ നമ്മുടെ മേഡത്തിന് തന്നിട്ടുണ്ട്. മേഡത്തിന് അറിയാവോ, ഇയാൾ വിദേശ രാജ്യത്തുനിന്ന് കുറ്റിയും പറിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത് തന്നെ വർമ്മസാറിനോടുള്ള പ്രതികാരം തീർക്കാനാ. അത് കേട്ടിട്ട് അനന്തംപിള്ള ഡാ എന്നൊരു അലർച്ച. അതിനേക്കാൾ ഉച്ചത്തിൽ ശാലിനി, സ്റ്റോപ്പ് ഇറ്റ്. തന്റെ ഷൗട്ടിംഗ് ഒക്കെ ഇവിടെ അല്ല, അങ്ങ് പാർട്ടി ഓഫീസിൽ. ഇത് കളക്ടർ ഓഫീസാണ്, ഇവിടെ വേണ്ട. ഈ രാജുവും ഋതികയും എനിക്ക് ആരാണെന്ന് തനിക്കറിയാവോ? ഇവരെനിക്ക് എൻ്റെ കൂടപ്പറപ്പുകളെ പോലെ പ്രിയപ്പെട്ടവരാണ്. താൻ ക്രിമിനലാണെന്ന് കാണിച്ച് പരാതി തന്ന ആ രാധമ്മ എനിക്കെൻ്റെ അമ്മയെപ്പോലെയാ. അതൊക്കെ അറിയാവോ തനിക്ക്? ഇടിവെട്ടിയവൻ്റെ തല പാമ്പ് കടിച്ചതുപോലെ ഒന്നും മിണ്ടാനാവാതെ അനന്തംപിള്ള ഇങ്ങനെ വായി നോക്കി നിൽക്കുക. ഈ കഥകളൊക്കെ തൻ്റെ മുന്നിൽ വിളമ്പേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. തൻ്റെ ഭരണവും ഗുണ്ടായുസൊക്കെ ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. പറഞ്ഞത് മനസ്സിലായോടോ? വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഇറങ്ങിയിരിക്കുന്നയാള്. ആനയുടെ നേരെയാ ഒരണ്ണാന്റെ വെല്ലുവിളി. ഇതെല്ലാം കേട്ട് രാജുവും ഋതികയും നല്ല സന്തോഷത്തോടെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അതുകൂടെ കണ്ടപ്പോൾ അനന്തംപിള്ളയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കളക്ടർ ശാലിനി അനന്തംപിള്ളയെ വിടാൻ പ്ലാനില്ല. താനേ വർമ്മസാറിനോട് വെല്ലുവിളിച്ച് നടന്നാലേ താൻ തോറ്റ് തുന്നം പാടും. സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിൽ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട്. എന്നാൽ ഞാനത് ചെയ്യാത്തതേ ദാണ്ട് ഇവർക്ക് വേണ്ടിയാ. രാജുവിനെയും ഋതികയും കാണിച്ചിട്ടാണ് പറയുന്നത്. ഇവർ കാരുണ്യത്തോടെ തനിക്ക് എറിഞ്ഞു തരുന്ന ഒരു ഔദാര്യമായിട്ട് കണ്ടാൽ മതി. അനന്തംപിള്ളയ്ക്ക് ഭൂമി വളർന്ന് താഴോട്ട് പോകണോ എങ്ങോട്ട് പോകണോ എന്നറിയാതെ വീണ്ടും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. ഞാൻ പറഞ്ഞത് കേട്ടോടോ? വർമ്മസാറിനെ തോൽപ്പിച്ചൊരു മൂലക്കിരുത്തി കേരളത്തെ അങ്ങ് മൊത്തമായും ചില്ലറയായും പിഴുങ്ങാനിറങ്ങിയ തന്നെ ദാണ്ട ഇവള് നേരിടും. ഋതിയെ കാണിച്ചിട്ടാണ് പറയുന്നത്. ആണധികാരത്തിന്റെ ആൾ രൂപമായ ഒരു മാടമ്പിയാണ് താനെന്ന് എനിക്കറിയാം. ഈ കീഴടങ്ങൾ തനിക്ക് ആത്മഹത്യാപരവും. വേണ്ട, ഒരു കാര്യം പറഞ്ഞേക്കാം, വല്ലാതങ്ങ് നാണം തോന്നി ആത്മഹത്യ ഒന്നും ചെയ്തേക്കരുത്. ഈ ചെയ്ത് കൂട്ടിയതിനൊക്കെ കാലം കരുതി വെച്ച ശിക്ഷകളൊക്കെ ഏറ്റുവാങ്ങിയിട്ടേ താൻ പോകാവൂ. ദേഷ്യത്തോടെ ശാലിനി പറ, ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഓഫീസ്. നിനക്കുള്ളത് ഞാൻ ഇപ്പൊ തന്നെ തരാവടി നിന്ന ഭാവത്തില മുണ്ടുമൊക്കെ മടക്കി കുത്തിക്കൊണ്ട് അനന്തംപിള്ള ശാലിനി ഒരു നോട്ടം നോക്കിക്കൊണ്ട് ഇറങ്ങി പോവാണ്. എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് അനന്തംപിള്ള ഇങ്ങനെ തല കുനിഞ്ഞ് നടന്നു പോവാ. രാജുവും ഋതികയും പുറകെ വരുന്നുണ്ട്.
ഋതിക പറയുക, കരപ്രമാണി ഒന്ന് നിന്നേ. രാജു കളിയാക്കി ചിരിച്ചോണ്ട് പറഞ്ഞു, എന്താ ഋതിയെ, കരപ്രമാണിയോ? ഇയാളതൊന്നുമല്ല, ഇയാള് വെറും പ്രാണിയല്ലേ. ഡാ മതിയടാ, ചിതലിന് ചിറകു മുളച്ചാലേ അത് പിന്നെ ഈയാമ്പാറ്റയാണെങ്കിലോ വെട്ടത്ത് വന്ന് കരിഞ്ഞങ്ങ് ഇല്ലാതാവുകയും ചെയ്യും. അയ്യോ രാജു, ഇയാൾ ഈയാമ്പാറ്റയായിട്ട് കരഞ്ഞു ചാകാൻ പോവാണോ? അയ്യോ എന്ത് ചെയ്യാനായിരുന്നു, ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും കൂടി കളക്ടറിന്റെ അടുത്ത് പോയി. അയ്യോ രാജു, അതങ്ങനെയല്ലല്ലോ കഥ. മണ്ണാങ്കട്ടയും കരിയിലയും കൂടി കാശിക്ക് പോയെന്നല്ലേ? എന്റെ ഋതു, അതും മണ്ണാങ്കട്ടയും കരിയിലയും. എന്നാൽ ഇതേ ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും. ആളുകളെ കാണുമ്പോ ചുരുണ്ടുകൂടി ഓടുന്ന ഈനാമ്പേച്ചി ആ രുക്മിണി. എന്നാലോ രാത്രി മുഴുവൻ കക്കാനിറങ്ങുന്ന മരപ്പട്ടിയാണ് ഇയാള്. അനന്തപിള്ള, ഛേ ഡാ, ഒരു കൊടുങ്കാറ്റിന് നേരെയാ നീയൊക്കെ വെല്ലുവിളിക്കുന്നത്. ആ നരുന്ത് കളക്ടറല്ലേ, അവളെ നീയൊക്കെ കയ്യിലെടുത്തിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും തോക്കുന്നവനല്ല ഈ അനന്തപിള്ള. അയ്യോ, ഇത്ര വലിയ ആളായിരുന്നെങ്കിൽ പിന്നെന്തിനാ കളക്ടറെ മുന്നിൽ ഇങ്ങനെ പൂച്ചയെ പോലെ നിന്നത്? ഋതിയെ കളിയാക്കുവാണ്. എന്നാ നിങ്ങളൊക്കെ കണ്ടോടാ, അവളെ ഞാൻ ഇവിടുന്ന് പറപ്പിക്കും. എടോ അനന്തപിള്ളേ, താൻ തന്റെ കുറെ ഏറാമൂലികളെയും കൊണ്ട് ആ കടപ്പുറത്തെങ്ങാനും പോയി പട്ടം പറപ്പിച്ചെങ്ങാനും കളിക്ക്. ഞാൻ പറഞ്ഞത് കേട്ടോ, അല്ലാതെ കളക്ടറെ പറത്താനൊന്നും താൻ നോക്കണ്ട. ഈ അനന്തപിള്ള തോറ്റു പോവുകയാണെന്ന് നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചു. എടോ അനന്തപിള്ളേ, താനൊരു1000 വട്ടം തോറ്റാലും യാതൊരു നാണവും മാനവും ഇല്ലാത്തവനാണെന്ന് ഞങ്ങൾക്കറിയാം. ഒരു പടക്കം ചീറ്റിപ്പോയാൽ താൻ പോയിരുന്ന അടുത്ത പടക്കം കെട്ടുമെന്ന് ഞങ്ങൾക്കറിയാം. താനിനി ഡൈനാമീറ്റർ ഉണ്ടാക്കി ഞങ്ങൾക്കിട്ട് പൊട്ടിക്കാൻ നോക്കിയാലും ഞങ്ങൾക്കൊന്നും പറ്റത്തില്ലടോ. ഞങ്ങൾ കുലം വേറെയാ. എടാ എങ്കിൽ നീ കേട്ടോ, നിന്റെ കുലഗുരുവിനെ ഇല്ലാതാക്കിയിട്ട് ഈ അനന്തപിള്ള വിശ്രമിക്കൂ. അയ്യോ എന്റെ അനന്തപിള്ളേ, അപ്പൊ സംഭവമൊക്കെ വല്ലാതെ കുഴയുമല്ലോ. എടോ, ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോ ചില നായ്ക്കൾ കുരയ്ക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ വർമ്മ സാറിനെ നോക്കിയേ താൻ അധികം കുരയ്ക്കണ്ട. എന്റെ രാജു, ഇയാള് കുറച്ച് കുരയ്ക്കുകയോ കുറുക്കൻ കൂവുകയോ ഒക്കെ ചെയ്യട്ടെ രാജു. ഇതൊക്കെ കാണുന്ന നമുക്കൊരു രസമല്ലയോ? അല്ല എടോ, ഞാൻ മറ്റൊന്ന് ആലോചിക്കുമായിരുന്നു. ഇയാള് പെട്ടെന്നെന്താ അംബികയും ദീപക്കിനെയും വിട്ടിട്ട് ഈ രുക്മിണിയുടെ പരിസരത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നത്? ഇനി അത് അളിയന്റെ പെങ്ങളാണോ? അത് രാജു, അച്ഛനെ നമ്മളെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി മാറ്ററുകൾ തേടി നടക്കുമല്ലേ ഇയാള്. ഓ ശരിയാണ്, അപ്പോഴാണ് വടിവാള് ഭാസ്കരനും രുക്മിണിയും ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്നാൽ അവരെ വെച്ചൊരു ഖജന നിറച്ചേക്കാവുന്ന കരുതി. ഇങ്ങനെ നാണമില്ലാത്ത ഒരു അനന്തപിള്ള ചില രാജ്യങ്ങളിലൊക്കെ നടപ്പിലാക്കുന്ന ശിക്ഷാ നിയമം ഇവിടെയും കൊണ്ടുവരണം. ഇവനെയൊക്കെ പൊതുസ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി വെടിവെച്ചങ്ങ് കൊല്ലണം. അനന്തപിള്ളയ്ക്ക് സഹിക്കാവുന്നതിനപ്പുറമായി. ഡാടാ നിർത്തടാ, നീ ഇവളും കൂടെ അധികം കത്തി കേറല്ലേ. ചോരക്കറ കുറെ കണ്ട കയ്യായത്. രണ്ടിനെയും ഞാൻ ഇവിടെ വെച്ച് തീർത്ത് കളയും, മനസ്സിലായട? എടോ താൻ ഒരു പുല്ലും ചെയ്യില്ലടോ. ഓർക്കാപ്പുറത്ത് വന്നൊന്ന് വിരട്ടി, അതൊക്കെ ഞങ്ങൾ അങ്ങ് തരണം ചെയ്തു. പക്ഷെ ഇനി മുതൽ തനിക്ക് കഷ്ടകാലമാ. ചില ജ്യോത്സ്യന്മാര് പറയില്ലേ, അതുപോലെ കണ്ടകശനി. എന്റെ അച്ഛനെ ബോംബ് വെച്ച് കൊല്ലാൻ ശ്രമിച്ചതിന്റെ പിന്നിൽ താനാണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അതിന് പകരം ചോദിക്കാതെ അടങ്ങില്ല പ്രതാപവർമ്മയുടെ മകൾ ഈ ഋതിക. താൻ കരുതിയിരുന്നോടോ? ഋതിക അങ്ങനെ പറഞ്ഞപ്പോൾ രാജു പറയും, എടോ താൻ പേടിച്ച് കെട്ടിത്തൂങ്ങിയങ്ങും ചത്തുകളയല്ലേ, തന്നെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് രാജുവും ഋതിക അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അനന്തപിള്ളയുടെ തലയ്ക്ക്1000 കൊള്ളിയാനും ഇടിവെട്ടും കിട്ടിയതുപോലെ ഇങ്ങനെ നിൽക്കുക അനന്തപിള്ള. കളക്ടർ ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ രുക്മിണി അറിഞ്ഞെന്ന് തോന്നുന്നു. രുക്മിണിയും ഹരീഷും ശ്രീലക്ഷ്മിയും ഇങ്ങനെ നാണിച്ച് നിൽക്കുന്നുണ്ട്. രുക്മിണി പറയുക, ഇതൊന്നും വേണ്ടായിരുന്നു, നമ്മൾ ഭാസ്കരനോട് കാശ് മേടിച്ച് വിറ്റ വീടാ. ഭാസ്കരനും കാശ് മേടിച്ചിട്ടാണ് അവർക്ക് വിറ്റത്. എന്തൊരു നാണക്കേടായിപ്പോയി. പോട്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു, പ്രതികാരം വീട്ടാനൊന്നും പോകണ്ടായിരുന്നു. ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കും, പിന്നെ എന്തിനാ കളക്ടർക്ക് പരാതി കൊടുത്തത്? എടാ അത് പിന്നെ അനന്തപിള്ള സാറ് വന്ന് എരി കയറ്റിയപ്പോഴങ്ങ് ചെയ്തു പോയതാ. ഇതിപ്പോൾ കുരങ്ങിനെ കൊണ്ട് ചുടിചോറ് വാരിച്ച അവസ്ഥയായിപ്പോയി. നീ ഇപ്പൊ എന്ത് ചെയ്യാന്? എന്നാലും വല്ലാത്ത നാണക്കേടായി പോയല്ലോ അമ്മേ. ഞാനിനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? അല്ലെങ്കിൽ അവരുടെ മുഖത്ത് നമ്മൾ എന്തിനാടാ നോക്കാൻ പോകുന്നത്? ശ്രീലക്ഷ്മിയുടെ വക ഉപദേശം വിട്ടുകള ഹരീഷെ. അവർക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് നമ്മൾ ശ്രമിച്ചു, അത് നടന്നില്ല, അത്രയല്ല ഉള്ളു. വേണ്ട വരുന്നത് നമ്മുടെ വേണുവേട്ടൻ വലിയ പടക്കക്കെട്ടുമായിട്ടാണ് വരുന്നത്. മരുമകനും മകളും കൂടെ എൻ്റെ വീടിന് മുന്നിൽ കുറേ പടക്കം പൊട്ടിച്ചതാ. അതിൻ്റെ ഇരട്ടി വേണ്ട ഞാൻ ഇന്നിവിടെ പൊട്ടിക്കും. അങ്ങനെ നമ്മുടെ വേണുവേട്ടൻ ജയിച്ച് വില്ലാളി വീരനായിട്ട് ആ പടക്കത്തിന് തീ കൊളുത്തുക. രുക്മിണിയും മകനും ശ്രീലക്ഷ്മിയും എല്ലാം നാണ്ട പടക്കം കേട്ട് കടന്ന് ഞെട്ടി വിറയ്ക്കുക. പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ട് രുക്മിണിയും ഹരീഷും നാണ്ട ശ്രീലക്ഷ്മിയും ഓടി മുറ്റത്ത് വന്ന്, എടാ ഹരീഷ, ഞാൻ കരുതിയതേ നീയൊക്കെ നാണം കെട്ട് മാളത്തിൽ എവിടെയോ പോയി ഒളിച്ചിരിക്കുമായിരിക്കുമെന്ന്.
രുക്മിണിയുടെ മോനല്ലേ, അവന് നാണവും മാനവും ഉണ്ടോ? എടോ, ഞങ്ങൾ എന്തിനാടോ നാണം കിടുന്നത്? എന്താടാ അത് നിനക്കറിയില്ലേ? ഞങ്ങളുടെ വീടും പറമ്പും തട്ടിയെടുക്കാനേ നീ രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിച്ച് കളക്ടറെടുത്ത് ഒരുപാട് ഓടി നടന്നതല്ലേ. അപ്പോഴത് നടക്കാതെ വന്നപ്പോൾ ഒരുപാട് ക്ഷീണം കാണുമല്ലോ. പലിശക്കാരി രുക്മിണി ചോദിക്കും, അതിന് താൻ എന്തിനാടോ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പടക്കം പൊട്ടിക്കുന്നത്? അതെന്താണെന്ന് നിനക്കറിയില്ലോടി? നീയൊക്കെ കുറെ എന്റെ വീടിന്റെ മുന്നിൽ വന്ന് പടക്കം പൊട്ടിച്ചില്ലേ? ഇവിടെ ഒരു 101 കജന നിരത്തി വെച്ച് പൊട്ടിക്കാന്ന് വിചാരിച്ചതാ. പക്ഷെ എന്ത് ചെയ്യാനാ, കഥന കിട്ടിയില്ല. അപ്പന്റെ പേട്ടത്തലയിലിട്ട് ഏറുപടക്ക എറിഞ്ഞു പൊട്ടിച്ച തലതെറിച്ച മക്കളുടെ കാലമായത്. ഇതുപോലത്തെ നശിച്ച സന്തതികൾ മാതാപിതാക്കളെ ബോംബ് വെച്ച് കൊല്ലുന്നതിന് മുമ്പ് പിടിച്ച് 2 ഏറുപടക്കമെങ്കിലും പൊട്ടിച്ചേക്കാം. അപ്പോഴങ്ങോട്ട് വേണുവേട്ടാന്ന് വിളിച്ചോണ്ട് രാധമ്മ കൂടെ പ്രിയെ ഓടി വരുവാണ്. എന്താ വേണുവേട്ടയെ കാണിച്ചതൊക്കെ? ഇവര് നാണം കെട്ടി തരം താഴ്ന്ന പണി കാണിച്ചെന്നും പറഞ്ഞ് നമ്മൾ ഇവരെ പോലെ തരം താഴണോ വേണുവേട്ട? പ്രിയ പറയാം, ഒരു തരം താഴലുമില്ല, അച്ഛൻ ചെയ്ത് ശരിയാ അമ്മേ. ദാണ്ട് രുക്മിണിക്കിട്ടാണ് പടക്കം എറിയേണ്ടത്. ഇവരാണ് ഇതിന്റെ ആണി. ഈ വീട്ടിൽ വന്ന് നിങ്ങളിനി അക്രമം കാണിച്ചാലേ ഞാൻ പോലീസിനെ വിളിക്കും. എന്നാ നീ വിളിക്കടി പോലീസിനെ. നിനക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ വലിയ പരിചയക്കാരുള്ളതല്ലയോ? എടാ ഹരീഷ, നീ എന്താടാ കൈകെട്ടി മിണ്ടാതെ നിൽക്കുന്നത്? നീ പടക്കം പൊട്ടിക്കുന്ന കണ്ട് രസിക്കുവാന്നോടാ? അതോ ഇയാൾ നിന്റെ അമ്മായിയപ്പനായതുകൊണ്ടാണോടാ? അടിച്ച് പുറത്താക്കടാ ഇയാളെ. എന്നാൽ അടിക്കാനിങ്ങോട്ട് വാടാ. വേണുവേട്ടൻ വിട്ടുകൊടുക്കുവോ? വേണ്ട വേണുവേട്ട, ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് രാധമ്മ വേണുവേട്ടനെ പിടിച്ച് വലിക്കുക. നമുക്ക് പോകാൻ വേണുവേട്ട, പ്രശ്നം ഒന്നും ഉണ്ടാക്കണ്ട. രുക്മിണി നേരും നെറിയും സംസ്കാരവും ഇല്ലാത്തവളാ. ഇവളോടൊക്കെ ഏറ്റുമുട്ടിയാൽ നാണക്കേട് നമുക്കും നമ്മുടെ പിള്ളേർക്കുവാ വേണുവേട്ട. കേട്ടോടി പലിശക്കാരി രുക്മിണി, ഒരു മനുഷ്യന്റെ സഹനശക്തിക്കൊക്കെ ഒരു പരിധിയുണ്ട്. അതൊക്കെ നഷ്ടപ്പെട്ടിട്ട് ചെയ്തു പോന്നതാ ഇതൊക്കെ. ഇതൊന്നും ചെയ്ത് ഞങ്ങൾക്ക് ശീലമില്ല. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. എടി, ഓടുന്നവനും ഓടി പിടിക്കുന്നവനും ഓട്ടം ഒരുപോലെയാ. നിന്റെ മത്സരം ഉണ്ടല്ലോ, അത് ഇവിടം കൊണ്ട് നിർത്തിക്കോണം. അങ്ങനെ വേണുവേട്ടൻ പറഞ്ഞിട്ട് രാധമ്മയും പ്രിയയും വിളിച്ചോണ്ടങ്ങ് പോവുകയാണ്. ഹരീഷ് ദേഷ്യത്തോടെ രുക്മിണിയോട് പറയാം, ഇതൊക്കെയുണ്ടല്ലോ അമ്മ ഉണ്ടാക്കി വെക്കുന്ന ഓരോ ഏടാകൂടങ്ങളാ. ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിനും ഇനി ചാടിത്തുള്ളി ഒരുങ്ങി പോയേക്കരുത്. പ്രതാപൻ കളക്ടർ ശാലിനിയെ കാണാൻ വന്നിരിക്കുവാണ്. ശാലിനി പ്രതാപനോട് മാപ്പ് ചോദിക്കുന്നു. പ്രതാപൻ പറയാം, മാപ്പ് ചോദിക്കുന്ന ഒരു തെറ്റും ശാലിനി ചെയ്തിട്ടില്ല. തൻ്റെ ഡ്യൂട്ടി മാത്രമാണ് ചെയ്തത്. അതങ്ങനെയാണ്, അങ്ങനെ തന്നെ വേണം. സാറേ, സാറിനെ പോലെയുള്ള ഒരാളോട് അതിനെന്താ, ആരോടായാലെന്താ? മുഖത്ത് നോക്കി തന്നെ മറുപടി പറയണം. ഒരു ജില്ലാ ഭരണ മേധാവിയുടെ വിൽപ്പവറോടെ. പിന്നെ ഞാനത് വളരെ ഈസിയായും വളരെ കെയർലെസ്സായും വിട്ടത് അവസാനം സത്യം ജയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. എന്നാൽ ഇനി ചില കാര്യങ്ങൾ സാർ അങ്ങനെ കെയർലെസ് ആയിട്ട് വിട്ടാൽ ശരിയാവില്ല. ചിലതൊക്കെ ഞാൻ ഋതിയോട് പറഞ്ഞിട്ടുണ്ട്. ഋതി ആ കാര്യങ്ങളൊക്കെ സാറിനോട് സംസാരിക്കും. സാർ അതിനെ എതിർക്കരുത്. അല്ല, എനിക്ക് മനസ്സിലായില്ല. ഋതിക തന്നെ സാറിനോടത് സംസാരിക്കും. അപ്പോൾ സാറിനത് മനസ്സിലാകും. പിന്നെ ഋതി അത് സംസാരിക്കുമ്പോൾ മറ്റൊരു മകളുടെ സ്ഥാനത്തു നിന്ന് ഞാൻ സംസാരിക്കുന്നതായി സാറ് കരുതണം. കാരണം അതെന്റെയും കൂടെ ആഗ്രഹമാണ്. കാലം നമുക്ക് ചിലപ്പോൾ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ചില നല്ല മനുഷ്യരെ തരും. സാർ ഈ കാലത്തിന് ആവശ്യമായ ഒരു നല്ല മനുഷ്യനാണ്. ഇനിയും പൊതുജനങ്ങൾക്ക് സാറിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഇടയ്ക്ക് നിങ്ങളെയൊക്കെ കാണാൻ ഞാൻ വീട്ടിലോട്ട് ഇറങ്ങാം എന്നും പറഞ്ഞ് കളക്ടർ ശാലിനി ഋതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ സമയം അനന്തംപിള്ള ഒരു ജോത്സ്യനെ വിളിച്ചു വരുത്തി വിളക്കൊക്കെ കത്തിച്ച് കബഡിയൊക്കെ നിരത്തി കൂടെ പൊടിയാടി നിൽക്കുന്നുണ്ട്. എന്താണ് പരിപാടി എന്നറിയില്ല. അനന്തംപിള്ളയ്ക്ക് കൂടുപത്രം വല്ലതും ചെയ്യുവാണോന്നറിയില്ല. ജോത്സ്യൻ അനന്തംപിള്ളയോട് ചോദിക്കുന്നു, വലിയ കഷ്ടകാലമാണിപ്പോൾ അല്ലേ? പൊടിയാടി കയറി പറയാം, കഷ്ടകാലമായി സാറിന്. എന്ത് വന്ന് തൊട്ടാലും അപ്പ തിരിച്ചടി കിട്ടും. വാഴവള്ളിയിലെങ്ങാനും കയറി പിടിച്ചാലോ അപ്പൊ തന്നെ അതൊരു മൂർഖം പാമ്പായി മാറും. പിന്നെ എന്തൊക്കെയോ പറയാൻ ഒരുങ്ങുന്നുണ്ട് പൊടിയാടി. പൊടിയാടി, അതൊന്നും വേണ്ട. ജോത്സ്യരെ, എന്താ ഇതിനൊക്കെ ഒരു പ്രതിവിധി? അതിനെന്താ, നമുക്കൊന്ന് പ്രശ്നം വെച്ച് നോക്കാം. അല്ല, നാളേതാ? എൻ്റെ നാള് തൃക്കേട്ട. ജോത്സ്യർ ആ പലകയിലിട്ട് കബഡി അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടുകയും പെറുക്കി വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അനന്തംപിള്ള കണ്ണുമടച്ച് 2 കൈയും കൂപ്പി തൊഴുതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ജോത്സ്യൻ ഒരു പിടി കബഡി അങ്ങോട്ട് വാരി വെച്ചിട്ട് നിരത്തിയിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ പെറുക്കി വെച്ചിട്ട് പറയുന്നു, 4-ൽ ചൊവ്വ. ചൊവ്വയുടെ ദൃഷ്ടിദോഷമുണ്ട്. അതും പോരെങ്കിൽ അഷ്ടമത്തിൽ ശനിയും. മുന്നിൽ ചന്ദ്രൻ ഉണ്ടെങ്കിലും അത് തിളങ്ങുന്നില്ല. ഈ കബഡിയിൽ തെളിയുന്നത് ഭയാനകമായ കാര്യങ്ങളാണ്. ഗ്രഹങ്ങൾ പലതും ഇപ്പൊ സാറിന് അനുകൂലമല്ല. കാലത്തിന്റെ പരീക്ഷണങ്ങളാണ്. ഈ സമയം കടന്നു പോകുന്നത് വരെ വളരെ കരുതലോടെ ഇരിക്കണം. അയ്യോ ജോത്സ്യരെ, ഇതിന് പ്രതിവിധികളൊന്നും ഇല്ലേ? ഉണ്ടല്ലോ. എല്ലാ ശനിയാഴ്ചയും ക്ഷേത്രത്തിൽ പോയി ഭഗവാന് കൂവളമാലയും ധാരയും വഴിപാടായിട്ട് കഴിപ്പിക്കണം. എല്ലാ ശനിയാഴ്ചയും ശാസ്താ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് നീരാഞ്ജന നടത്തുകയും വേണം. ചുറ്റുപാട് നടക്കുന്ന എന്താണെന്ന് പോലും അറിയാതെ ദീപക് തന്റെ ഫോൺ വെച്ച് കളിച്ചോണ്ടിരിക്കുക. ഓ, സമയം മോശമാകുമ്പോൾ വരുന്ന ഫോട്ടോയും ന്യൂസും ഒക്കെ മോശമാണല്ലോ. അംബികയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ കഥവ് തുറന്ന് എടാ ദീപക്കേന്നും പറഞ്ഞ് ഓടി വരുവാണ്. എന്താ അമ്മേ? എടാ, അവിടെ കളക്ടർ ശാലിനിയും ഋതികയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നെന്ന്.
അവരിപ്പോൾ ഒരു കൈയായെന്ന്. അയ്യോ അമ്മ, എപ്പോൾ, എങ്ങനെ? ഇപ്പോൾ എനിക്ക് കിട്ടിയ ന്യൂസ് അമ്മ അത് വല്ല ഫേക്ക് ന്യൂസും ആയിരിക്കും. എൻ്റെ അമ്മ, ഈ ലോകത്ത് ഇത്രയും സമയം മോശമുള്ളവരായിട്ട് നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും കാണത്തില്ല. അങ്ങനെ എന്തായാലും ആ പ്രതീക്ഷയും പോയി. ഇനി അമ്മ പറഞ്ഞതുപോലെ അവളെങ്ങാണോ ഇനി വലിയ ആളെങ്ങാണോ ആയാൽ അമ്മാവന്റെ പുറകെ നടന്നതുപോലെ പിന്നെ അവളുടെ പുറകെ നടക്കേണ്ടി വരും. ഇതേണ്ട വളരെ സന്തോഷത്തോടെ ആ കഥ അങ്ങോട്ട് തുറന്നിട്ട് ഇതാണ്ട് ശേഖരൻ അങ്ങോട്ട് വന്നിട്ട് പറയാം, വരും, നിങ്ങൾ എന്താ കരുതിയത്? അപ്പോൾ ഫ്രണ്ട്സ്, അനന്തംപിള്ളിയുടെയും അംബികയുടെയും ദീപക്കിൻ്റെ എല്ലാം അഹങ്കാരത്തിൻ്റെ കെട്ട് അടങ്ങിക്കഴിഞ്ഞു. രുക്മിണിക്ക് കൊടുക്കാനുള്ളത് കൊടുത്തും കഴിഞ്ഞു. ഇനി കളക്ടർ ശാലിനിയും എല്ലാവരും ചേർന്ന് ഋതികയെ ഇനി ഇലക്ഷനെ നിർത്തുവോ? ഇനി ഋതികയായിരിക്കുമോ അടുത്ത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അതോ പ്രതാപനോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.